18 വയസ്സ് മുതൽ പ്രണയിച്ച് 25 വയസ്സിന് മുൻപ് കല്യാണം കഴിക്കണമെന്ന മാർ പാമ്പ്ളാനിയുടെ ഉപദേശം മ്ലേച്ഛം. 18 വയസ്സുള്ള ഒരു യുവാവ് 18 വയസ്സുകാരിയെ ഗർഭിണിയാക്കിയാൽ അവരെ ആര് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും? ഇത് സീറോ മലബാർ സഭയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചോദ്യമാണ്. 21 വയസ്സിന് മുൻപ് ആ യുവാവിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഏതു മെത്രാന് കഴിയും? ഈ സാഹചര്യത്തിൽ അവർ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാതെ ജീവിച്ചോട്ടെ എന്നാണോ മാർ പാമ്പ്ളാനി മെത്രാന്റെ ഗീർവാണം? അതുകൊണ്ട് 21 വയസ്സെങ്കിലും ആക്കണം മെത്രാനെ. 25 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കാൻ വിദ്യാഭ്യാസമുള്ള ഒരു യുവാവും യുവതിയും തയ്യാറാവില്ല. മെത്രാൻ അവർക്ക് ചിലവിന് കൊടുക്കുമോ? എന്റെ മകന് 18 വയസ്സായി, അവന് പ്രേമിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുമോ മെത്രാനെ? ഗർഭിണിയായാൽ ചിലവിനും മെത്രാൻ കൊടുക്കുമല്ലോ അല്ലേ? നഴ്സുമാരുടെ സാരി വിസയുടെ ബലത്തിലാണ് ഭൂരിപക്ഷവും വിദേശത്തേക്ക് പോയത്. നഴ്സുമാർക്ക് നഴ്സിംഗ് ഫീസ് കളക്ട് ചെയ്യുന്നത് മുഴുവൻ കൊടുത്താൽ നഴ്സുമാർക്ക് 25,000 രൂപയ്ക്ക് പകരം കേരളത്തിൽ 1 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കാൻ കഴിയും. ടീച്ചേഴ്സിന് ട്യൂഷൻ ഫീ കളക്ട് ചെയ്യുന്നത് മുഴുവൻ കൊടുത്താൽ 15,000 രൂപയ്ക്ക് പകരം 50,000 രൂപ മാസം അൺഎയ്ഡഡ് സ്കൂളിൽ കൊടുക്കാനാവും. 25,000 രൂപ മാസ ശമ്പളത്തിന് പകരം 1 ലക്ഷം രൂപ അൺഎയ്ഡഡ് കോളേജുകളിലും ടീച്ചേഴ്സിന് കൊടുക്കാനാവും. കത്തോലിക്ക സഭ നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് കോളേജുകളിലും ആശുപത്രികളിലും അത്രയും ശമ്പളം കൊടുക്കുകയാണെങ്കിൽ കേരള കത്തോലിക്കർ വിദേശത്തേക്ക് പോകുന്നത് ഇല്ലാതാകും. കണ്ടോളൂ മെത്രാനെ, വെറുതെ ഊളത്തരമല്ലേ? കത്തോലിക്ക സ്ത്രീ പുരുഷന്മാർ 18 വയസ്സ് തുടങ്ങി പ്രേമിച്ച് 25 വയസ്സിൽ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നത്. അതിലും നല്ലതല്ലേ പഠിച്ചു കഴിഞ്ഞവർക്ക് നല്ല ശമ്പളത്തിൽ കത്തോലിക്ക സഭ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കൊടുത്ത് അവരെ സെറ്റിലാക്കിയ ശേഷം വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചു നടത്തുന്നത്. അതിന് മാതാപിതാക്കളുടെ വികാരം അറിയണം. സ്വന്തം മകളെ 25 വയസ്സിന് മുമ്പ് വിവാഹം കഴിപ്പിക്കാനോ അവൾ ആ പ്രായത്തിൽ പ്രസവിക്കാനോ അവരോ അവരുടെ മാതാപിതാക്കളോ അനുവദിക്കുമോ? ആ കുട്ടിയെ ആര് നോക്കും? മാതാപിതാക്കൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആര് നോക്കും? ജോലിയില്ലാത്ത മാതാവാണെങ്കിൽ മക്കളുടെ പ്രസവം നോക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വിവാഹപ്രായം കൂടുന്നതിനും പ്രസവം വൈകിപ്പിക്കുന്നതിനും ഇതും ഒരു കാരണമാണ്. കന്യാസ്ത്രീ മഠങ്ങൾ 3 മാസം പ്രായമുള്ള കുട്ടികളെ നോക്കുമോ? അതുകൊണ്ട് ചുമ്മാതിരുന്ന് ചൊറിയാതെ വിശുദ്ധ ബൈബിൾ വല്ലതും പഠിച്ച് അത് വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ.